Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കെക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വിഷു ആയിട്ട് നമ്മൾ ഒരു അടിപൊളി പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായ പായസമാണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ പൈനാപ്പിള് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ ഒരു ഹാഫ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു. ഒരു ഹാഫ് എടുത്തിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയെടുത്ത് അടിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് നട്ട്സ് ആൻഡ് കിസ്മിസ്, പിന്നെ 1 കപ്പ് പഞ്ചസാര, 1.25 ലിറ്റർ പാല്, 1 കപ്പ് ചവ്വരി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ജസ്റ്റ് വേവിച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്. ഇത്രയാണ് നമുക്ക് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ ആവശ്യമായത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഈ പൈനാപ്പിൾ ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം നട്ട്സും കിസ്മിസും എന്ത് ചെയ്യണം, ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഗീയിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇട്ട് ചെറിയൊരു ടൈം, ഒരു 3 മിനിറ്റ് അങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ പൈനാപ്പിൾ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പൈനാപ്പിൾ അടിച്ചു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, പ്യുവറായിട്ട് തന്നെ വേണം അടിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിളിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി പായസത്തിന് വേണ്ട പാല് നമുക്ക് ചൂടാക്കാം. അപ്പൊ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് പാലിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പായസത്തിനുള്ള പാലും ബാക്കി കാര്യങ്ങളും റെഡിയാക്കാം. 1.25 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാം. പാല് നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നിങ്ങളെ മധുരത്തിനനുസരിച്ച് വേണം ഇടാൻ. ഇതിപ്പോൾ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര എങ്ങനെയാണോ വേണ്ടത്, മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ പഞ്ചസാര കുറച്ച് മതി. അപ്പം നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇടുന്നില്ലെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് ഇട്ടാൽ മതി. സാധാരണ ഇപ്പോൾ വിഷുവിൻ്റെ സമയത്തേക്ക് എല്ലാവരും പാലടപ്രഥമനും പിന്നെ ആണെങ്കിൽ സേമിയ പായസം, കടലപ്പരിപ്പ് പ്രഥമൻ, അങ്ങനെ എല്ലാ പായസങ്ങളും ഇപ്പം നിലവിൽ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്നതാണ്. അപ്പം വിഷു ഒക്കെ ആകുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി പിടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് പൈനാപ്പിൾ പായസം, മാംഗോ പായസം. അതൊക്കെ നല്ലൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് ചവ്വരി അതും കൂടി ഇട്ട് കൊടുക്കാം. പാല് ഒന്ന് നല്ല രീതിയിൽ കുറുകി വരണം. അതിനുശേഷം മാത്രമേ, ഒന്ന് പാലെല്ലാം ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും പാലും പൈനാപ്പിളും ചൂട് ഒരേ രീതിയിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ പാല് പിരിഞ്ഞു പോകും. അധിക പേർക്കും ഈ പൈനാപ്പിൾ പായസം റെഡി ആവാത്തതിനൊരു കാരണം പാല് പിരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. അത് ഈ ചൂടോടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് പാല് പിരിഞ്ഞു പോകുന്നത്. അപ്പം ചൂട് ഒന്ന് ജസ്റ്റ് ആറിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പൈനാപ്പിളിന്റെ മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പായസത്തിന് വേണ്ട പാലിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 150 ഗ്രാം മിൽക്കി മിസ്റ്റിന്റെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം.
ഈ ചവ്വരിയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ചെറുങ്ങനെ കുറുകി വരും. ഈ മിൽക്കി മിസ്റ്റിൻ്റെയിൽ ഉപ്പിൻ്റെ ചെറിയൊരു കണ്ടന്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുന്നില്ല. സാധാരണ കേസിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് നമ്മൾ എന്തായാലും പായസത്തിലേക്ക് ഇടണം. ഞാൻ ഈ ഒരു ഓൾറെഡി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് പുതിയത് വാങ്ങിയതായിരുന്നു. സാധാരണ കേസിൽ മിൽക്ക് മെയ്ഡിൻ്റെയിൽ ഉപ്പിൻ്റെ കണ്ടന്റ് വരാറില്ല, പക്ഷെ ഇതിൽ ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല സെപ്പറേറ്റ്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂട്, ഇതിപ്പോൾ നല്ല ചൂടാണ് നിൽക്കുന്നത്, ചെറിയൊന്ന് ചൂട് വിടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൈനാപ്പിളിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. പാലിൻ്റെ മിക്സ് നിലവിൽ ഇളം ചൂടിലാണുള്ളത്. ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. പൈനാപ്പിളിൻ്റെ മിക്സ് ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരിക്കലും പൈനാപ്പിൾ മിക്സ് ചൂടുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പാല് നല്ല ചൂടിലും പാടില്ല, ഒരു ഇളം ചൂടിൽ മാത്രം ആണ് വേണ്ടത്. അതിലേക്ക് പൈനാപ്പിളിൻ്റെ മിക്സ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ചൂട് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ പായസം ഫ്ലോപ്പായി പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നട്ട്സും കിസ്മിസും കൂടിയും നമ്മുടെ പൈനാപ്പിൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പൈനാപ്പിൾ പായസത്തിലേക്ക് നട്ട്സും കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. എല്ലാവർക്കും വീണ്ടും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഹാപ്പി വിഷു.